ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം തുടർന്ന് ഇറാൻ. ബഹ്റൈനിലെ ജനവാസ മേഖലയിലുണ്ടായ ആക്രമണത്തിൽ 29 കൊല്ലപ്പെട്ടു. സൗദിയിലെ ഷൈബ എണ്ണപ്പാടത്തിന് നേരെ വീണ്ടും ഡ്രോൺ ആക്രമണമുണ്ടായി. അതിനിടെ ഖത്തറിൽ നിന്ന് ഇന്ത്യയിലേക്കുൾപ്പെടെ താൽക്കാലിക വിമാന സർവീസുകൾ ആരംഭിച്ചു. മനാമയിലുണ്ടായ ആക്രമണത്തിൽ 29 കൊല്ലപ്പെട്ടു. 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആക്രമണ സാധ്യതയുള്ള പ്രദേശത്തു നിന്ന് ജനങ്ങളെ മാറ്റി താമസിപ്പിച്ചു. സൗദിയിലെ ഷൈബ എണ്ണപ്പാടത്തിന് നേരെ വീണ്ടും ഡ്രോൺ ആക്രമണമുണ്ടായി. എണ്ണപ്പാടം ലക്ഷ്യമാക്കി കഴിഞ്ഞ രാത്രി ഇറാൻ തൊടുത്തത് 12 ഡ്രോണുകൾ. അൽ ഖർജിന് നേരെയും ഡ്രോൺ ആക്രമണമുണ്ടായി. ആക്രമണങ്ങൾ സൗദി പ്രതിരോധ സേന തകർത്തു. UAE-യിലും കുവൈത്തിലും ഖത്തറിലും പുലർച്ചെ കാര്യമായ ആക്രമണമുണ്ടായില്ല. എന്നാൽ രാവിലെ 2 തവണ അലർട്ട് നൽകിയിട്ടുണ്ട്. ആക്രമണങ്ങളെ ചെറുക്കാൻ UK UAE-ക്ക് പിന്തുണ നൽകി തുടങ്ങിയിട്ടുണ്ട്. അതിനിടെ ഖത്തറിൽ നിന്ന് ഇന്ത്യയിലേക്കുൾപ്പെടെ ഖത്തർ എയർവേസ് ഇന്നും നാളെയും സർവീസ് നടത്തും. കൊച്ചി, ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചും സർവീസ് ഉണ്ടാകും. മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്നവർക്കാകും മുൻഗണന. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.